നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദിവസങ്ങളിലും ബിസിനസിന്റെ പല കാര്യങ്ങളെ പറ്റി വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ അറിയിക്കുന്ന കമന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് നന്ദി മാത്രം. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അത് പറഞ്ഞിട്ട് മതി ബാക്കി മുമ്പിലോട്ടുള്ള കാര്യം. ഞാൻ ഇവിടെ പലപ്പോഴും എത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നോ അത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയുകയും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനഃശക്തിയിലൂടെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനമായ വിഷയം. എപ്പോഴും ഈ ബിസിനസ് മാസ്റ്ററി ഹബിൽ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷേ ബിസിനസ് എപ്പോഴും പ്രാക്ടിക്കൽ ആണ് എന്ന് മറക്കാതിരിക്കുക. ബിസിനസ്സിൽ എപ്പോഴും പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ എളുപ്പമല്ല. മാജിക്കുകൾ അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ ബിസിനസ് നമുക്ക് പൊതുവെ ഒന്ന് വേറിട്ട് വിളിക്കാമെങ്കിലും സക്സസ് ഓൾവേസ് കം വിത്ത് യുവർ വർക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. പക്ഷെ ഈ അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പൊതുവെ നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അധ്വാനം എന്ന് പറയുന്നത് ഒരിക്കലും കായികാധ്വാനം മാത്രമല്ല, കായികാധ്വാനം കൂടിയുണ്ട്. ശരീരവും മനസ്സും കൃത്യമായി പാകപ്പെടുത്തി ആർക്കാണോ കൃത്യമായ അവബോധത്തോടുകൂടി ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അവന് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ, അവൻ മാത്രമേ ലക്കി ബിസിനസ്മാൻ ആവുകയുള്ളൂ എന്ന് പറയാം. അത് ലക്കിന്റെ നിർവചനവും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ എന്തു ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഇന്ന് ചെയ്യേണ്ട ഒരു കസ്റ്റമറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നാളെ ചെയ്താൽ മറ്റു രൂപത്തിലായിരിക്കും. അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിൽ ഗുണമുണ്ടാവുക. പലപ്പോഴും അത് മറന്നു പോകുന്നു, പലരും അത് മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ബിസിനസ്സിൽ പാളിച്ചകൾ പറ്റുന്നത്. എങ്കിൽ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് അങ്ങനെ മാത്രം എടുക്കാം, അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ എടുക്കണ്ട. ഗൾഫിൽ വരുന്ന മലയാളികളായാലും അല്ലെങ്കിൽ മറ്റുള്ള പൊതുവെ മലയാളികൾക്കുള്ള ഒരു, നമ്മൾ മലയാളം സംസാരിക്കുന്നത് കൊണ്ടാണ് മലയാളിയെ പറ്റി പറയുന്നത്, അല്ല മറ്റൊന്നുമല്ല. മലയാളികൾക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും എന്താ പറയാ, ഫാർ ആയിട്ട് ചിന്തിക്കാറില്ല. അപ്പോഴപ്പോഴത്തെ കാര്യത്തെ മാത്രം ചിന്തിച്ച് നമ്മൾ ബിസിനസ് ചെയ്ത് എന്നിട്ട് അന്നേരം എന്ത് കിട്ടി എന്ന് പോലും ചിന്തിക്കാതെ എന്ത് ലാഭമാണ് എനിക്കതിൽ കിട്ടിയത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ കൃത്യമായി നോക്കാതെ, ആഫ്റ്റർ എഫക്റ്റ് നോക്കാതെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ് ഫെയിൽ ആകുന്നത്. കാശ് കിട്ടി, കുറച്ച് ബിസിനസ് സക്സസ് ആയി, അതായത് കുറച്ച് വരുമാനമുള്ളവൻ അപ്പൊ പോയി മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളയും. എന്നിട്ട് അവിടെയും അല്ല ഇവിടെയും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ യഥാർത്ഥ ഒരു ബിസിനസ്സുകാരൻ എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കണം, കൃത്യമായ ദീർഘവീക്ഷണം അവനുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ, കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, കൃത്യമായ വിഷൻ ഉണ്ടാവണം, വിഷമായ ഗോൾ ഉണ്ടാവണം, കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണമെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ. ആമുഖത്തിൽ പറഞ്ഞു പോകുന്നത് മറ്റു ഇനി സംസാരിക്കുന്ന ഓരോ ക്ലാസ്സുകളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് ഡയറക്റ്റും മറ്റൊരു രീതിയിലൊക്കെ ആയിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം എടുക്കില്ല. അതിന്റെ രീതി അങ്ങനെയാണ്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ വളരെ സക്സസ് ആവണമെങ്കിൽ, ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അതിരാവിലെ ചെയ്യേണ്ട ഒരു പ്രവർത്തനത്തെ പറ്റിയിട്ടാണ്. എന്നും ഇത് ചെയ്തോളൂ. യു വിൽ ഹാവ് അമേസിംഗ് റിസൾട്ട് ഓൺ യുവർ ബിസിനസ്. ഒരു ഡൗട്ടും ഇല്ല. ഇതാർക്കും ചെയ്യാം. സാധാരണ ഒരു ചെറിയ 10,000 രൂപയുടെ കച്ചവടം ചെയ്യുന്നവന് ചെയ്യാം, കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ ചെയ്യുന്ന ആൾക്കും ചെയ്യാവുന്ന, ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമായ കാര്യമാണ്. ലോകത്തിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ എന്തിലും സക്സസ് ആയ 99% എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ മെത്തേഡിക്കലി സക്സസ് ആയ, പെർമനന്റ്, അത് കൺസിസ്റ്റൻസി സക്സസ് ആയ ആൾക്കാരെല്ലാവരും ചെയ്യുന്ന മെത്തേഡാണ്. ഇതെല്ലാം അവർ പതുക്കെ പറയും, പൊതുവെ പുറത്ത് പറയുന്നില്ല, ചിലപ്പോൾ പറയുന്നുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഇതിന്റെ പേരാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്.
എന്താണ് ജേർണലിംഗ് എന്ന് പറഞ്ഞ? ഒന്നുമില്ല, നിങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനത്തെ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇരുന്ന് പ്ലാൻ ചെയ്യണം. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ഞാനിപ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ വഴിക്കാണ് ഞാനത് അച്ഛൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ ഇന്ന് രാവിലെ പേപ്പറിൽ എഴുതി വെച്ച് അതിൽ എങ്ങനെയാ ഭരിക്കും, എന്തായിരിക്കും വരുന്ന, ആദ്യം എന്ത് ചെയ്യണമെന്ന് വരും, എന്ത് ചെയ്യണമെന്ന് എഴുതും, അത് കഴിഞ്ഞിട്ട് എന്തായിത്തീരണമെന്ന് വരും, എന്താണ് എനിക്ക് അതിന് റിസൾട്ട് വേണ്ടത്. ഞാൻ ഇന്നിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്നൊരു കസ്റ്റമറെ കാണാൻ പോകുന്നു. എനിക്ക് ഇന്ന് XYZ കസ്റ്റമറെ ഇത്ര മണിക്ക് കാണാനുണ്ട്. ഞാൻ അത്ര മാത്രം എഴുതി വെച്ചാൽ ആവില്ല. അത് എന്തിന് കാണുന്നു, വാട്ട് ഈസ് പർപ്പസ്. അപ്പൊ എന്റെ പർപ്പസ് എന്തായിരിക്കും? എനിക്ക് അവിടെ നിന്ന് ഒരു ബിസിനസ് കിട്ടണം. അപ്പോൾ ഞാൻ എഴുതും ഇത്ര രൂപയുടെ ബിസിനസ് ഇന്ന പർപ്പസിന് ഇന്ന ആൾക്കാരെയാണ് എനിക്ക് അവിടെ കാണേണ്ടത് എന്നുള്ള സമയം. എന്നിട്ട് ഒരു ടൈം ഞാൻ ഫിക്സ് ചെയ്യും. ആ ടൈം ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ ചിലപ്പോൾ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ചില കമ്പനികൾ നമ്മൾ നേരിട്ട് പോകും. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഓൾറെഡി ഒരു ആക്സസിബിലിറ്റി ഉള്ള കമ്പനിയാണെങ്കിൽ നേരിട്ട് അന്നേരം. അപ്പൊ എന്ത് ചെയ്യണം, എന്തിനാണ് പോകുന്നത്, നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എന്നിട്ട് ആരെയൊക്കെ അവിടെ കാണണം, എന്നിട്ട് എന്താണ് എനിക്ക് അവിടെ നിന്ന് ആവശ്യം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അവിടെ നിന്ന് ചെക്കാണ് വേണ്ടതെങ്കിൽ ഇന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇത്ര ലക്ഷം രൂപയുടെ ചെക്ക് എനിക്കിന്ന് കളക്ട് ചെയ്യണം എങ്കിൽ അത് എമൗണ്ടും ലക്ഷ്യങ്ങളും ഒക്കെ ഇതിലുള്ള ജേർണി കംപ്ലീറ്റ് ആയിട്ടുള്ള ജേർണലിംഗ് ആയിരിക്കും ഉണ്ടാക്കേണ്ടത്. ഇത് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു വരാം. ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്തും എഴുതാം. മറ്റു ചില ആൾക്കാർ, ഞാനിപ്പോൾ കളർ പെൻസിലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഓഫീസിലാണെങ്കിൽ ഞാൻ കളർ പെൻസിലൊക്കെ കളർ ഈ സ്കെച്ചുകളൊക്കെ ഉപയോഗിച്ചാൽ ചെയ്യുക. നമ്മൾ അതിനെ ഡ്രോ ചെയ്ത് സ്കെച്ച് ചെയ്ത് കളർ ചെയ്ത് കയ്യിൽ വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ഇമ്പോർട്ടന്റ് റെഡ് കളറ്, പിന്നെ കുറച്ച് കുറഞ്ഞത് ഗ്രീൻ, അങ്ങനെ കളർ ചെയ്ത്, അതൊക്കെ വലിയ പണിയാണ്. അതൊന്നും നിങ്ങൾ സാധാരണ ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് വെറുതെ കുറിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇപ്പോൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 4ആയിട്ട് ഭാഗിക്കുക, എന്നിട്ട് അത് കുറിച്ചിടുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം. ഇത്രയും എനിക്ക് തോന്നുന്നു അത്രയും പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ കാര്യം ഞാൻ കൂടുതൽ വിശദമായി തന്നെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ വരച്ച് എഴുതി കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ് മാസ്റ്ററിയുടെ നമ്മുടെ മെന്റർഷിപ്പ് ക്ലാസ്സിനകത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഞാൻ പബ്ലിക്കിലുള്ള സംസാരമാണ്. അപ്പൊ എന്താണ് ഇതിൽ ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടി ചെയ്യണം, അതാണല്ലോ ആദ്യത്തെ ചോദ്യം. നമ്മളെപ്പോഴും മലയാളികൾ എപ്പോഴും ഇതാണല്ലോ, എന്തിനത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്കുണ്ടാകുന്നത്. ആ ചോദ്യം എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ചോദ്യമുള്ളവർ താഴെ നിന്ന് കമന്റ് ചെയ്തോളൂ. സാർ ഇത് ചെയ്തുകൊണ്ട് എന്താ ബെനിഫിറ്റ്, ഞാൻ ചെയ്യാതെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, എന്നിട്ടും എന്റെ ബിസിനസ് സക്സസ് ആണെങ്കിൽ ഒന്ന് താഴെ എഴുതിക്കോളൂ. സാറേ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് എന്റെ ബിസിനസ് സക്സസ് ആണെങ്കിൽ താങ്ക് യു വെരി മച്ച്. അത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തിട്ട് ബിസിനസ് സക്സസ് ആയവർ പറയാം, സാർ ഞാൻ നിത്യവും ചെയ്യാറുണ്ട്, അതുകൊണ്ട് എന്റെ ബിസിനസ് സക്സസ് ആവുന്നുണ്ടെന്നും പറയാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. അത് ഇങ്ങനെ ഒന്ന് കാണാൻ, ബിസിനസിനെ പറ്റി പഠിക്കാൻ, സിമ്പിൾ ആയിട്ട് പഠിക്കാനാണ്. ഈ ബിസിനസിനെ പറ്റി പഠിക്കാന്ന് ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് ബിസിനസ് പഠിക്കാനായിട്ട്. ഇനി കുറച്ച് കഴിഞ്ഞാലേക്ക് നമുക്ക് അതിന്റെ മോർ ടെർമിനോളജി ഒക്കെ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ലളിതമായി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജേർണൽ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. എന്താണ്, നമ്മളുടെ അകത്തിരിക്കുന്ന സാധനത്തെ ഒന്ന് പുറത്തെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കും. റിഫ്ലക്ഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറെ കഴിവുകളുണ്ടെന്നേ, നമ്മളിത് മനസ്സിലാക്കുന്നില്ല, നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമുക്ക് എവിടെയും ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ നോക്കൂ, ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്നെ കേൾക്കുന്ന സമയത്ത്, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മറ്റെന്തെങ്കിലും വീഡിയോ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നില്ലേ? ആ തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ബിസിനസിനെ പറ്റിയിട്ടുള്ള ചില നാമ്പുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് ബിസിനസിനെ പറ്റി യാതൊരു താല്പര്യമില്ലാത്തവൻ അവിടെ സ്കിപ്പ് ചെയ്ത് പോകും, അവൻ നിൽക്കില്ല അവിടെ. അപ്പോൾ അതായത് പറഞ്ഞത് എത്രയാണ്, നിങ്ങളെല്ലാം ബിസിനസിന്റെ കഴിവുകൾ നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇത് പറയും. അപ്പൊ അത്തരം കഴിവുകൾ പലതും നമ്മളിൽ ഉണ്ടാവും. ആ കഴിവിനെ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയ സാധനമാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആണ്, വെരി ഹെൽപ്ഫുൾ. റിഫ്ലക്ഷൻ ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന പ്രശ്നം എന്താണ്? റൈറ്റ് ഡൗൺ യുവർ ഡെയിലി ഈവൻസ്, ചലഞ്ചസ് ആൻഡ് സക്സസ് ദാറ്റ് ഹെൽപ്പ് യു സീ വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ഡസന്റ് വർക്ക്.
നമ്മളുടെ കാര്യങ്ങൾ എന്തൊക്കെ ശരിയായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മളത് എഴുതുമ്പോൾ മനസ്സിലാവും നമുക്ക്. ഇതെനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഇതെനിക്ക് വളരെ ഈസിയാണ്. ഈ ഈവന്റിന് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്നിരിക്കും, സാധാരണ നാട്ടിലുള്ള അവസ്ഥ പറയാം. ഒരു നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ ഇന്നൊരു കല്യാണത്തിന് പോകാനുണ്ട്. പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബിസിനസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ഇന്നുണ്ടെങ്കിൽ നമ്മൾ ആ കല്യാണത്തിന്റെ പോക്കിന്റെ പ്രിയോറിറ്റീസ് മാറ്റുകയും ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് വരുന്നതോ, അല്ലെങ്കിൽ ആ സമയത്ത് പോകുന്നതോ, അല്ലെങ്കിൽ വൈകിട്ട് പോകുന്നതോ, ഉച്ചയ്ക്ക് പോകുന്നതോ, ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ മാത്രം പോകുന്നതോ ഒക്കെ നമ്മൾ മാറ്റും. അതായത് നമ്മളെ പ്രിയോറിറ്റീസ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് ഇതിനകത്ത് കൂടുതലും? കല്യാണം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബിസിനസ് അല്ലേ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് കൃത്യമായി ചെയ്യാനും അത് നമുക്ക് പല മനസ്സിലാക്കലുകളും അതിലൂടെ നടത്തും. സോ യു ക്യാൻ ലേൺ ആൻഡ് ഇംപ്രൂവ് എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെറ്റർ ഡിസിഷനാണ്. എന്താണ് ബെറ്റർ ഡിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഓൾറെഡി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു, നമ്മൾ എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൃത്യമായ ഒരു പ്ലാൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന കാര്യം ഇന്ന സമയത്ത് കൊടുക്കും, ഇന്ന് ആൾക്ക് ഇത്ര മെറ്റീരിയൽസ് ഇന്ന് കൊടുക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഷോർട്ട് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത് അവിടെ നിന്ന് എടുത്താൽ ഇത്ര, ഇവിടെ നിന്ന് എടുത്താൽ ഇത്ര, ഇതൊക്കെ നമുക്ക് ഇത് എഴുതുമ്പോൾ ഐഡിയ കിട്ടും. ഈ ഐഡിയ നമുക്ക് കൃത്യമായി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളുടെ കാര്യമാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ പലപ്പോഴും പല സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അപ്പൊ മെറ്റീരിയൽ വരുന്ന സമയത്ത് ഓക്കെ, ഇന്ന മെറ്റീരിയൽ ഇന്ന സ്ഥലത്ത് എടുത്താൽ ഇത്രയായിരിക്കും, ഇന്ന സ്ഥലത്ത് എടുത്താൽ ഇത്രയായിരിക്കും. അപ്പൊ ഓക്കെ, നാളെ കൊടുത്താൽ അവിടെ നിന്ന് വരണം, മറ്റൊരുത്ത് നിന്ന് വരുന്നതാണ്, അപ്പൊ അത് നാളെ കൊടുക്കാൻ പറ്റും. അപ്പൊ അയാളോടൊന്ന് വിളിച്ചു പറയാം, സാറേ നമ്മൾ മെറ്റീരിയൽ നാളെയാണ് വരുന്നത് കേട്ടോ, ഇന്നൊക്കെ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ ഓക്കെ ശരി എന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതല്ലേ ലാഭം, അതല്ലേ. അപ്പൊ അതുപോലെ ബെറ്റർ, അങ്ങനെ ഒരുപാട് ഡിസിഷൻ. ബെറ്റർ ഡിസിഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പറ്റി ബെറ്റർ ഡിസിഷൻ എവിടെയാണ്, ഈ ബിസിനസ്സിൽ എവിടെയൊക്കെ ബെറ്റർ ഡിസിഷൻ വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ബെറ്റർ ഡിസിഷന് വേണ്ടി കീപ് ട്രാക്ക് ഓൺ യുവർ ഐഡിയാസ് ആൻഡ് റിസൾട്ട്. നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഐഡിയയും റിസൾട്ടുകളും ട്രാക്ക് ചെയ്യാൻ പറ്റും. നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കൂടി പറ്റുന്ന രീതിയിലായിരിക്കും അത്. ദ ഇൻഫർമേഷൻ ബിക്കം എ സിമ്പിൾ ഗൈഡ് ഫോർ മേക്കിംഗ് ഫ്യൂച്ചർ ഡിസിഷൻ എന്ന് പറയും. ബെറ്റർ ഡിസിഷൻസിന് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. അത് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പോരും. ഇനി എന്താണ് സെറ്റിംഗ് ആൻഡ് ട്രാക്കിംഗ് ഗോൾസ് എന്ന് പറയും. സെറ്റിംഗ് ആൻഡ് ട്രാക്കിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എ ജേർണൽ ഹെൽപ്പ് യു ടു സെറ്റ് ക്ലിയർ ഗോൾസ് ആൻഡ് ചെക്ക് ദ പ്രോഗ്രസ് റെഗുലർലി. ഇറ്റ് കീപ്സ് യു ഫോക്കസ്ഡ് ആൻഡ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നു. നമ്മളത് സ്വീകരിക്കുന്നു, നമ്മളത് ചെയ്യുന്നു എന്നുള്ളത്. ജേർണൽ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ഗോള് നമ്മൾ എഴുതി തയ്യാറാക്കുകയും അതിന്റെ പ്രോഗ്രസിനെ ഡെയിലി നമുക്ക് റെഗുലർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് അതിന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ബിക്കോസ് വി ആർ ഡൂയിങ് എവറി ഡേ ദിസ് വൺ. നമ്മൾ എവറി ഡേ ഇതിൽ ഒരു മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിലും. നമ്മൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കിയാൽ മതിയെന്നേ. ഞാനിപ്പോ ഡയറിൽ എഴുതി വെക്കുകയാണ്, ഇപ്പൊ ഏപ്രിൽ 6-ാം തീയതി നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഏപ്രിൽ 6-ാം തീയതി ഡേറ്റിൽ ഞാൻ എഴുതി, ഏപ്രിൽ 6-ാം തീയതി ഞാൻ എന്തൊക്കെ ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, മറ്റു ചുറ്റുപാടുകൾ ഒക്കെ എന്തൊക്കെ ചെക്ക് ചെയ്യണം, അവിടെ പ്രോഗ്രാമിന് നമ്മൾ എന്തൊക്കെ ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചെക്ക് ലിസ്റ്റ് പേപ്പർ എടുത്തു നോക്കുക, അതൊന്ന് ടിക്ക് ചെയ്തൊക്കെ ഒന്ന് ഓർത്ത്. അപ്പൊ നമ്മൾ അതിനു മുമ്പേ സാറേ അതവിടെ ഇത് റെഡി ആയിട്ടുണ്ടോ, അവിടെ നമുക്ക് ഇത് വേണം എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഒരു സംസാരത്തിനിടയിൽ നമുക്ക് വന്നു പോകും. സെറ്റിംഗ് ട്രാക്കിംഗ് ഗോൾ എന്ന് പറയുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയും ഇത് നാലാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ബിസിനസ്സുകാർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇത് ഇല്ലായ്മ ചെയ്യുന്നതാണ് ബിസിനസ്സിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. റെഡ്യൂസിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. ബിസിനസ്സുകാരന് സ്ട്രെസ് ഇല്ലാതെ ചെയ്യാനേ പറ്റില്ല. പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല സമയത്തും പല കമ്മിറ്റ്മെന്റുകളും പോകുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുക ചെയ്യും. റൈറ്റിംഗ് അബൌട്ട് പ്രോബ്ലംസ് ആൻഡ് പോസിബിൾ സൊല്യൂഷൻസ് ക്യാൻ ഈസിലി റിഡ്യൂസ് യുവർ സ്ട്രെസ് ആൻഡ് ക്ലിയർ യുവർ മൈൻഡ് എന്ന് പറയുന്നത്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ട്രെസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി തീരുമാനം എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ മേൽ എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ മുൻകൂട്ടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒബ്സ്റ്റാക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇന്ന ആളിൽ നിന്നും ഇന്നത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത, നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കുന്നത് ഇതിനെപ്പറ്റി തലങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാവണം. അതിനാണ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ ഫുൾ ടൈം ക്ലാസ് നടക്കുന്നത്. അതിൽ നിങ്ങളെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ മറ്റൊരു ചാനലുണ്ട്,
ദിനേശ് മുങ്ങത്ത് എന്ന പേരിൽ മറ്റൊരു ചാനലുണ്ട്, ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ചാനലാണ്. അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ മനസ്സിന് പ്രോഗ്രാം ചെയ്യുന്ന രീതിയാണ്. അപ്പൊ മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിനും ഘടകം എന്ന് പറഞ്ഞു. സ്ട്രെസ് ഏറ്റവും റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വളരെ സക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ബാക്കി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ പ്ലീസ് ലോഗിൻ ദാറ്റ് ചാനൽ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ ഒരു ദിവസം ഇതുമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന. അതിനകത്ത് മനസ്സിനെ പാകപ്പെടുത്തുന്നതിന്, മനസ്സ് എങ്ങനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഡെയിലി രാവിലെ മെഡിറ്റേഷൻസ് ഉണ്ട്, വൈകുന്നേരം രാത്രി മെഡിറ്റേഷൻസ്. ഇതൊക്കെ ഇത് ബിസിനസ്സുകാർ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമെന്നത്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ്പിംഗ് എ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം. എന്താണ്? നമ്മൾ ഇത് ജേണൽ എഴുതി വെക്കുന്ന, യുവർ ജേണൽ ആക്ട് ആസ് എ ഡയറി ഫോർ യുവർ ബിസിനസ് എന്ന് പറയും. ഒരു ഡയറിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരു ഹിസ്റ്ററി ഉണ്ടാവും. ഇന്ന ദിവസം ചെയ്ത് ഇന്ന കാര്യം ഓർമ്മയുണ്ട്, ഇന്ന സമയത്ത് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോയിരുന്നു, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് നമുക്ക് എപ്പോഴും ഈസിയാണ്. ഏതെങ്കിലും സമയത്ത് നമുക്കാണെങ്കിൽ എന്താ പറയുക, ഞാനൊക്കെ ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡയറിയാണ് കേട്ടോ. അപ്പൊ ഡയറി ആയതുകൊണ്ട് എന്താ വെച്ചാൽ എപ്പോഴും നമുക്കിപ്പോ 2018 നടന്നൊരു സംഭവത്തെ വേണമെങ്കിൽ എന്റെ 2018 ഡയറി എടുത്താൽ കിട്ടും. അന്ന് ഞാൻ അവിടെ പോയിരുന്നു, ഏത് പോയിരുന്നു, അതൊക്കെ അതിനകത്തുണ്ടാവും. അപ്പൊ അത് ഒരു ജസ്റ്റ് ഒരു ഹാബിറ്റ് ആക്കി വെച്ചാൽ മാത്രമേ. ഷോയിങ് യുവർ ജേർണി ആൻഡ് ഹെൽപ്പിംഗ് യു ടു നോട്ടീസ് യുവർ പാറ്റേൺസ് ആൻഡ് ഗ്രോത്ത് ട്രെൻഡ്സ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഗ്രോത്തുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഇതിലൂടെ തന്നെ വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു അല്ലെ. നിങ്ങൾക്ക് ചിലപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുമില്ല, രാവിലെ നമ്മൾ എല്ലാവരും എഴുന്നേക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന പതിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. നമ്മളെ മലയാളം സംബന്ധിച്ച് ചായ കുടിക്കുന്ന പതിവ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പത്രം വായിക്കുകയായിരിക്കും ചെയ്യാറ്. ഇപ്പൊ പത്രവായന കുറഞ്ഞതാണ്, അതുകൊണ്ട് പത്രവായന ഉള്ള കാലത്ത് പത്രവായനയായിരുന്നു. നമ്മൾക്ക് ഇപ്പൊ പത്രവായന കുറവാണെങ്കിൽ ആ സമയത്ത് ചായ കുടിക്കാൻ ഇരിക്കുക, ഈ ഡയറി അങ്ങ് എടുക്കുക, ചായ ഒരു ടേബിളിൽ ഇരിക്കുക. നിങ്ങൾ ആ സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്വസ്ഥമായിരുന്ന ചായ കുടിക്കുന്നുണ്ട്, കട്ടൻ ചായയോ എന്താണെന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്ന സമയത്ത് കൃത്യമായി ആ ഒരു 10 മിനിറ്റ് നേരം മതി. വളരെ യൂസ്ഫുൾ ആയിട്ട് 10 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. 10 മിനിറ്റ് നേരം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 10 മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ദിവസം ചെയ്തു നോക്കൂ. താഴെ നിങ്ങളായിട്ട് കമന്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസം, ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഡയറിയുമായി ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിലെത്താൻ ലേറ്റ് ആവും. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. കൂടുതൽ കാര്യങ്ങൾ മറ്റു ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമന്റ് ഇട്ടേക്കുക, മറക്കരുത്. അത് എനിക്കൊരു വലിയ പ്രചോദനമായി മാറുകയും കൂടുതൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.